നമസ്കാരം. സർക്കാരിന് പുറമെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സർക്കാരിൽ മാത്രമല്ല പാർട്ടി നേതൃത്വത്തിലും മാറ്റം വേണമെന്ന ആവശ്യമുയർന്നു. പാർട്ടി നേതാക്കളോട് വഴിവിട്ട ബന്ധങ്ങളും വിമർശന വിധേയമായി. ഈ വിമർശനങ്ങളിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യമാണ് ഇനി കാണേണ്ടത്. മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ ചില വ്യവസായികൾക്ക് സ്വാധീനമുണ്ടെന്ന പ്രസ്താവനയിൽ കരമന ഹരിയോടെ വിശദീകരണം തേടി. പൊതുവായി പറഞ്ഞാൽ പോരാ, വ്യവസായിയുടെ പേര് പറയണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ് ആവശ്യപ്പെട്ടു. അതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് വാക്കാൽ വിശദീകരണം തേടിയത്. ഡൽഹിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാനായില്ല. സെക്രട്ടറിയുടെ അഭാവവും അംഗങ്ങൾ വിമർശനമായി ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് തൃപ്തിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വെറുപ്പിക്കൽ ശൈലി, EP ജയരാജൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ, ചില മന്ത്രിമാരുടെ ധാർഷ്ട്യം ഇങ്ങനെ നീളുന്നു. മന്ത്രിമാരായ വീണ ജോർജും റിയാസും ഏറെ വിമർശിക്കപ്പെട്ടു. കടകംപള്ളി സുരേന്ദ്രൻ്റെ അനുയായികളാണ് ആക്കുളം കായലിൻ്റെ മറവിൽ റിയാസിനെതിരെ ആഞ്ഞടിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൻ്റെ സുഹൃത്തുക്കളായ ജില്ലയിലെ 2 വലിയ ബിസിനസ്സുകാർ ക്ലിഫ് ഹൗസിലെ സ്ഥിരം സന്ദർശകരാണെന്നും ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതോടെയാണ് താൻ പലർക്കും അനഭിമതനായി മാറിയതെന്നും ഒരംഗം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജനെതിരെ വലിയ വിമർശനമുണ്ടായി. വഴിവിട്ട ബന്ധമുള്ള ആളാണ് ജയരാജൻ എന്നായിരുന്നു ഒരംഗത്തിൻ്റെ വിമർശനം. ചില വിമർശനങ്ങളൊക്കെ അതിര് കടന്നെന്ന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ് പറയുകയുണ്ടായി.